ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. മറ്റേ നമ്മൾ മൈദ വെച്ചിട്ടല്ലേ ആക്കൽ, ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ആക്കുന്നത്. അതിന് വേണ്ടി പഞ്ചസാര എടുത്തിട്ടുണ്ട്, പാലെടുത്തിട്ടുണ്ട്, പിന്നെ കേക്ക് എന്ന് പറയുന്നതുകൊണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ അതിനൊരു നല്ല കേക്കിൻ്റെ ഒരു മണത്തിന് വാനില എസൻസും എടുത്തിട്ടുണ്ട്, കുറച്ച് സൺഫ്ലവർ ഓയിലുണ്ട്. ഇതാ എല്ലാം കൂടി എടുത്തിട്ടാണ് ആക്കുന്നത്, എല്ലാം കുറേശ്ശെ. അപ്പം നമുക്ക് ഗോതമ്പ് പൊടി ആദ്യം എടുത്തിട്ട് അരിച്ചിട്ടെടുക്കണം. അപ്പം ഞാൻ അതിന് ഗോതമ്പ് പൊടി ഗ്ലാസ്സിലേക്ക് എടുക്കും, അളന്നിട്ടെടുത്തിട്ടാണ് ആക്കുന്നത്. മുട്ടയൊന്നും ചേർക്കാണ്ടാക്കുന്നതാണ്, മുട്ട ചേർക്കുന്നില്ല. ഒരു ഗ്ലാസ് എടുത്ത് പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കണം. ഇത്രയാണ് എടുക്കുന്നത്, ഓക്കെ. അപ്പോൾ അതിങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഗോതമ്പ് പൊടിയെ നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കണം കുറച്ച്, കേക്കല്ലേ അതുകൊണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, ഒരുപാടില്ല, കുറച്ച് മാത്രം കേട്ടോ. അപ്പോൾ ഇതും കൂടിയിട്ട് കുറച്ചൊരു തരി ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് എല്ലാം കൂടി ഞാനിത് അരിച്ചെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് പാല് ചേർത്തിട്ട് ഇതിനെല്ലാം മിക്സാക്കാം. അപ്പം മുട്ട കഴിക്കാത്തവർക്കും ഇതാക്കാനുള്ള ഇതാണ് ആക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത്ര പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് വരുന്നുണ്ട്. മധുരം നോക്കിയിട്ട് വേണ്ടിക്കൽ ഇതെല്ലാം ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്യട്ടെ, പഞ്ചസാരയും ഗോതമ്പ് പൊടിയും എല്ലാം. ഇപ്പം ഞാനിത് കേക്കാക്കാനുള്ള പാത്രം പ്രീ ഹീറ്റ് ചെയ്യട്ടെ. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞൊന്ന് ചൂടാക്കണം, അതിൻ്റെ ഇടക്ക് അതും ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പാൽ വയ്ക്കട്ടെ. പാൽ ഒഴിക്കുന്നുണ്ട്, കുറച്ച് പാലൊഴിച്ച് ഒന്ന് എല്ലാം ഇളക്കി യോജിപ്പിക്കട്ടെ. പോരെങ്കിൽ വീണ്ടും നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടി ഒഴിക്കണം. സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. അതിൽ ഉറുമ്പ് കയറിയിട്ടുണ്ട് ഗൈസ്, ആ ഉറുമ്പിനെ കളഞ്ഞിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കുനിയൻ ഉറുമ്പ്. അപ്പോൾ ഈ ലേശം വാനില എസൻസ് ഒഴിച്ച് കൊടുക്കട്ടെ. ഞാൻ ഒരു കേക്കിൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കണം എന്നൊന്നുമില്ല, ഞാൻ ഒഴിക്കുന്നതാണ്. കേക്കാകുമ്പോൾ ഒരു മണം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ വാനില എസൻസ് ഒഴിച്ചു. ഇനി ഞാൻ സൺഫ്ലവർ ഓയിൽ അത് അരിച്ചിട്ട് ഒഴിക്കട്ടെ. അതിൽ ഉറുമ്പ് ഉണ്ട്, അപ്പോൾ കുറച്ചേ ഉള്ളൂ, അതിൽ ഉറുമ്പ് കയറിക്കളയും. അപ്പോൾ അതൊരു പ്രശ്നമാണ്.
ഉറുമ്പിനെ എനിക്ക് കൈ കൊണ്ട് എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഓക്കെ, അത് വടിയായി. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്യട്ടെ. ഉറുമ്പുകൾ വീട്ടിൽ വരാൻ തുടങ്ങുന്നുണ്ട്. ഉറുമ്പുകൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ഇവിടത്തേക്കായിട്ട് ഇങ്ങനെ ഇതായിട്ട് വരുന്നതാന്ന് തോന്നുന്നുണ്ട്. മറ്റല്ലാണ്ട് അപ്പം ഇങ്ങനെ. അപ്പോൾ കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കട്ടെ. ഏലക്കായ ഞാൻ പഞ്ചസാര പൊടിക്കുമ്പോൾ പൊട്ടില്ല. ഇവിടെ പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ച ഏലക്കായൻ്റെ പൊടിയുണ്ട്, അപ്പോൾ അത് ഞാൻ കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ലേശം കൂടി പാലൊഴിച്ച് കൊടുക്കാം. ഇത്ര കട്ടി വേണ്ട, ലേശം ഒഴിച്ച് കൊടുക്കണം. കുറച്ച്, ഒരുപാടില്ല, ഒരു ലേശം, കുറച്ചൊന്നയ്യ, ഒരുപാട് കട്ടിയാവാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പം ഇതാ ക്ലിയറായി. അപ്പം ഇനി ഞാനിത് പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പം ഇതാ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. കൂട്ടിൻ്റെ ആ ഒരു ഇത് കണ്ടില്ലേ, ഇതേ സ്റ്റൈലിലാണ് നമുക്ക് ഒഴിക്കേണ്ടത്. കണ്ടോ? അപ്പം എല്ലാം ഞാൻ തുടച്ച് ഇതിലേക്ക് ആക്കുന്നുണ്ട്. എല്ലാം ഇതിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ടാപ്പ് ചെയ്ത് വെക്കണം. പാത്രത്തിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ബബിൾസ് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം ഞാൻ ഇട്ട് വെച്ച് അവരൊന്ന് കേക്കായത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് വേണമെന്നൊന്നുമില്ല, എന്നാലും കാണാൻ ഭംഗിയല്ലേ. നമ്മൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇടുന്നത്. എന്നിട്ട് ഞാൻ എടുത്തിട്ട് അടുപ്പത്ത് വെക്കാം. കണ്ടല്ലോ, എല്ലാവരെയും ഇങ്ങനെ എടുത്ത് അടവെച്ച് ഇനി മുന്തിരിനെയും വെക്കാം. നമുക്ക് വേഗം കഴിയും. നമുക്ക് മുട്ടയൊന്നും ആക്കാണ്ട് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. മുട്ടയൊന്നും കഴിക്കാത്ത ചിലവരെല്ലാം ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊന്നും മുട്ട ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ മതി. എല്ലാവർക്കും ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്നല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും നോക്കാം. ഇങ്ങനെയും നമുക്ക് കേക്ക് ആക്കിയിട്ട് കഴിക്കണമെന്നുണ്ട് കഴിക്കാം. ഇനി ഞാനിത് അടുപ്പത്ത് വെക്കട്ടെ. അപ്പോൾ ഇതാ ഞാനത് പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ അടച്ചു വെക്കുന്നുണ്ട്. ആയിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. ഇപ്പം എൻ്റെ കേക്ക് എന്തായി നമുക്ക് നോക്കാം. പൊന്തി വന്നിട്ടെല്ലാം കാണുന്നുണ്ട്. ഒന്ന് കുത്തി നോക്കട്ടെ. നമ്മളെ പപ്പടക്കോലിനെ കൊണ്ടൊന്ന് കുത്തി നോക്കട്ടെ ഞാൻ. അപ്പോൾ മനസ്സിലാവും വെന്തതാണോ. ലേശം കൂടിയാവാനുണ്ട്, ലേശം. ഇനി സൈഡായിന് നടുക്ക് ലേശാവാനുണ്ട്. അപ്പം അതുകൂടി ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ ഇപ്പം ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മണം വരുന്നുണ്ട്, കേക്കിൻ്റെ മണം. അപ്പം നമുക്കിത് വാങ്ങാം. ഓക്കെ, അപ്പം ഞാൻ തീ ഓഫാക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ ഗൈസ്, ഗോതമ്പ് കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിപ്പോൾ ചൂടായത് കൊണ്ട് പ്ലേറ്റിലേക്ക് മുട്ടിയിട്ട് കാണിച്ചു തരാൻ പറ്റില്ല, ഭയങ്കര ചൂടാണല്ലോ. വിട്ട് വരുന്നുണ്ട് സംഭവം. ഇതാ കണ്ട, നല്ല സോഫ്റ്റ് പോലത്തെ കേക്കാണ്. അപ്പോൾ ഗോതമ്പിനെ കൊണ്ടും മുട്ടയില്ലാണ്ടും എല്ലാം നമുക്ക് കേക്ക് ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.